ഇന്നത്തെ ലൈവ് കണ്ട് തലയ്ക്ക് പ്രാന്ത് പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ച ഞാനായിരുന്നു, പക്ഷെ ഇത് കണ്ടിട്ട് മിണ്ടായി എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് വീഡിയോ ഇടുന്നത്. അവിടെ നടക്കുന്നത് നടന്നു കഴിഞ്ഞത് വേറൊന്നുമല്ല. നമ്മുടെ പവർ ടീം ടാസ്കിൽ നിന്ന് ഒരാളെ പുറത്താക്കിയിട്ട് വേറൊരാളെ ബാക്കിയുള്ള ടീമിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നടന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു, പവർ ടീമിൽ നിന്ന് ഒരാളെ എല്ലാവരും ചേർന്നിട്ട്, അതായത് എല്ലാവരും ചേർന്നിട്ടല്ല, നമ്മുടെ പവർ ടീമിലുള്ള അംഗങ്ങൾ തന്നെ റാങ്ക് ചെയ്തിട്ട് 5th പൊസിഷനിൽ വരുന്ന ആളെ പുറത്താക്കുക എന്നുള്ളതാണ്. അപ്പത്തേക്കും നമ്മുടെ നിഷാനുണ്ട്. നിഷാനൊക്കെ എന്തിനാണോ അതിനകത്ത് കയറിപ്പോയത് എനിക്കറിയത്തില്ല. സ്വന്തമേ തന്നെ പറയുന്നുണ്ട്, ഞാൻ തന്നെ പൊക്കോളാന്ന് പറഞ്ഞിട്ട്. എനിക്ക് കളി എന്താണെന്ന് അറിയത്തില്ല, ഞാൻ പുറത്ത് പോയി പഠിച്ചിട്ട് പിന്നെ വന്നോളാം. അതിനൊക്കെ എടുത്ത് പുറത്ത് കളയണം, എനിക്കറിയത്തില്ല. അത് എന്തായാലും പവർ ടീമിന് പുറത്തേക്കൊന്ന കാര്യമായി. എന്തായാലും ഇനി വരുമല്ലോ നമ്മുടെ എലിമിനേഷനൊക്കെ, അപ്പൊ തന്നെ എടുത്ത് കളയാലോ. കാരണം ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ എന്തിനാണെന്ന് അറിയത്തില്ല. ഇവരൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ട് തന്നെയാണോ ഈ എടുത്തതെന്ന് എനിക്ക് സംശയം തോന്നി. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ പറഞ്ഞു പോകുന്നതാണ്. അത് കണ്ടിട്ട് ഇങ്ങനെ മിണ്ടായിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻസ് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? എനിക്ക് കളിക്കാൻ അറിയില്ല, ഞാൻ തന്നെ പൊക്കോളാം. അവിടെ എന്ത് ഗെയിമാണുള്ളത്? അതൊക്കെ പോട്ടെ. അത് കഴിഞ്ഞിട്ട് നിഷാനെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ബാക്കി 3 ടീമുണ്ടല്ലോ, ആ 3 ടീമിൽ നിന്നും ഓരോരുത്തരെ സെലക്ട് ചെയ്യണമായിരുന്നു. അതായത് ബാക്കി നമ്മുടെ ജിൻഡോന്റെ ടീമുണ്ട്, പിന്നെ റോക്കിന്റെ ടീം, പിന്നെ സിജോന്റെ ടീമിന്. അവർ 3 പേരിൽ നിന്നും അവര് ടീമായിട്ട് ഓരോ ടീമും ചർച്ച ചെയ്തിട്ട് ഓരോരുത്തരെ തെരഞ്ഞെടുക്കാനുള്ളത്. അപ്പൊ ജിൻഡോന്റെ ടീമിൽ നമ്മുടെ ജാസ്മിനും ജിൻഡോയും തമ്മിൽ ഒരു വഴക്ക് നടക്കുന്നുണ്ട്. കാരണം ജിൻഡോ പറഞ്ഞു ജിൻഡോയ്ക്ക് പോകണമെന്ന്, ജാസ്മിൻ പറഞ്ഞു ജാസ്മിൻ, അത് ന്യായം. ജിൻഡോന്റെ ഭാഗത്ത് ജിൻഡോയ്ക്ക് ആഗ്രഹം ജിൻഡോയ്ക്ക് പോകുന്ന പറയുന്നത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ജാസ്മിൻ അവിടെ കുറച്ച് പ്രസ്താവനകൾ യൂസ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നല്ല, ജിൻഡോ മണ്ടനാണ്, ജിൻഡോയ്ക്ക് തലയ്ക്കകത്തൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെയുള്ളവർക്കൊക്കെ പവർ റൂമിൽ പോയിട്ട് കാര്യമുള്ള, അങ്ങനെയൊന്നും പറയുന്ന കാര്യം ജാസ്മിൻ ഇല്ല. കാരണം വേറൊരു വ്യക്തിയെ എന്തിനാണ് അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞ് അടിച്ചമർത്തേണ്ട കാര്യം? അങ്ങനെ എല്ലാവർക്കും അവരുടേതായ ഇതുണ്ട്, അപ്പൊ അവരതുപോലെ കളിക്കും. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്തായാലും രശ്മിയും പിന്നെ നമ്മുടെ ജാസ്മിന്റെ കൂടെ നിന്നിട്ട് ജാസ്മിൻ അതിനകത്ത് സെലക്ട് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ റോക്കിന്റെ ടീമിൽ നിന്നും മുടിയനെ സെലക്ട് ചെയ്തു. പിന്നെ നമ്മുടെ സിജോന്റെ ടീമിൽ നിന്നും സിജോനെ സെലക്ട് ചെയ്തു. അങ്ങനെ അവർ 3 പേരും സെലക്ട് ആയി. പിന്നെ അവർ 3 പേരും വന്ന് സംസാരിക്കണം. അതായത് അവർക്ക് എന്ത് കഴിവാണ് അല്ലെങ്കിൽ അവരുടെ എന്ത് യോഗ്യതയാണ് പവർ ടീമിൽ കയറുന്നത് അവർ പറഞ്ഞ് നമ്മുടെ പവർ ടീമിനും ക്യാപ്റ്റനും ബോധ്യപ്പെടുത്തണം. എന്നിട്ട് നമ്മുടെ പവർ ടീമും ക്യാപ്റ്റനും കൂടെ ചർച്ച ചെയ്തിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുക. അതാണ് സംഭവം. അപ്പൊ അവിടെയാണ് പിന്നെ നമ്മുടെ ഗബ്രി കളിക്കുന്നത്. കാരണം ഗബ്രിയാണ് അവിടെ കളിച്ചത്. കാരണം വേറൊന്നല്ല, ഗബ്രി ആദ്യമേ തന്നെ ജാസ്മിന്റെ പേരെടുത്തിട്ടു. അതായത് ജാസ്മിൻ എന്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് മാത്രം പറയല്ല, അതുകൊണ്ട് മാത്രമേ അല്ല പറഞ്ഞത്. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. നമ്മൾ പിന്നെ ബുദ്ധിയിലെ തലക്കറിയാൻ നമുക്ക് മനസ്സിലാവത്തേ ഇല്ല, അതുകൊണ്ടല്ല പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ ജാസ്മിൻ നല്ലൊരു പ്ലെയർ ആണ്. സിജു പ്ലെയർ അല്ലെന്നല്ല ഞാൻ പറയുന്നത്, ജാസ്മിൻ നല്ല പ്ലെയർ ആണ്. പിന്നെ ജാസ്മിൻ ഒറ്റയ്ക്ക് വേണ്ടി കളിക്കില്ല. ജാസ്മിൻ അവിടെ പറയാനുള്ള സ്റ്റേറ്റ്മെന്റ് ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ സെൽഫിഷ് ആണ്, ഞാൻ എനിക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. പിന്നെ ഇവരിതൊന്നും കേട്ടില്ലെന്ന് എനിക്കറിയാൻ പാടില്ല. എന്ത് കണ്ടസ്റ്റൻസ് ആണ് അറിയത്തില്ല, പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ഈ സീസൺ 6 ഏറ്റവും വേസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ പവർ ടീമിനകത്തോട്ട് പോയത്. അതുകൊണ്ടാണല്ലോ പവർ ടീം ഇങ്ങനെ ആയത്. ബിഗ് ബോസ് നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട് ഒന്ന് പവർ ടീമിനെ ഉയർത്തിക്കൊണ്ടത്. പക്ഷെ അവര് ബിഗ് ബോസ് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, പവർ ടീം കൂടെ വിചാരിക്കണല്ലോ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നത് ഗബ്രി ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഗബ്രിയുടെ വാക്കിന് അതിലങ്ങ് വീണു പോയി നമ്മുടെ ജാൻമണിയും അതുപോലെ തന്നെ നമ്മുടെ അവരുടെ പേര് യമുന റാണിയും അങ്ങ് വീണുപോയി. അപ്പത്തേക്ക് ജാസ്മിൻ മതി. എനിക്കറിയത്തില്ല, എന്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ ജിൻഡോയും പോട്ടെ, സിജോ വരണമെന്നായിരുന്നു എന്റെ. കാരണം സിജോന് എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടൊന്നല്ല ഞാൻ പറഞ്ഞത്. സിജോന്റെ പല ഗെയിമുകളും എനിക്ക് ഇഷ്ടമില്ലായ്മകളും ഇഷ്ടക്കുറവുകളും ഇഷ്ടമുള്ളതും ഒക്കെ ഉണ്ട്. എന്നാലും പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും സിജോ തന്നെയായിരുന്നു അവിടേക്ക് പോകാനുള്ള ഏറ്റവും വലിയ. ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ സിജോ പവർ ടീമിനകത്ത് കയറണം, അല്ലെങ്കിൽ പവർ ടീമിൽ അവരെ സിജോനെ സെലക്ട് ചെയ്യണമെന്നായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം കൊണ്ടല്ല, ഡേ 1 തൊട്ട് സിജോ ആഗ്രഹിക്കുന്നുണ്ട് പവർ ടീമിനകത്ത് കയറണം. ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല, നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാവും. അവിടെ ഒരു ഗെയിം ചേഞ്ച് കൊണ്ടുവന്നത് തന്നെ നമ്മുടെ റോക്കിയും സിജോയും കൂടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ സിജോ നല്ല തിങ്ക് ചെയ്തിട്ട് കളിക്കുന്ന ഒരു ഗെയിമറാണ്, നല്ലൊരു ഗെയിമറാണ്. അപ്പൊ പവർ ടീമിലോട്ട് വന്നു കഴിഞ്ഞാൽ വേറൊരു ഗെയിം നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും നാള് അവിടെയുള്ള പവർ ടീം ഒരെണ്ണത്തിന് പോലും അറിയത്തില്ല എന്താണ് പവർ, അതെങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതെങ്ങനെ കളിക്കണം എന്ന് അവിടെയുള്ള ഒരാൾക്കും അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു ഇതിലോട്ട് ഇപ്പൊ നല്ലതായിട്ട് കളിക്കുന്ന ഒരാളെ ഇല്ല. അത് ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, അതായത് നല്ലതായിട്ട് ഗെയിം കളിക്കുന്നു അങ്ങനത്തെ രീതിയിലുള്ള ഒരാളെ സെലക്ട് ചെയ്യണം മുൻപ് തന്നെ പറഞ്ഞു. എന്നിട്ടാണ് പിന്നെ ഇങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജാൻമണി നമ്മുടെ യമുന റാണിയാണ് പറഞ്ഞത് എന്താ സിജോ ഭയങ്കര സെൽഫിഷ് ആണ്. പിന്നെ അവിടെ സിജോ അവിടെ ഒരു ഗ്രൂപ്പ് ഫോം ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിജോ അവിടെ ഏത് ഗ്രൂപ്പാണ് ഫോം ചെയ്തത്? സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ റോക്കിയും
ആയിട്ട് മറ്റേ ഗെയിം കളിച്ചത്. അല്ലാതെ അവരവിടെ ഗ്രൂപ്പായിട്ട് ഭയങ്കര ചർച്ച ചെയ്ത് അല്ലെങ്കിൽ വേറെ അങ്ങനെ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞു അങ്ങനെ ഞാൻ കണ്ടില്ല. അതുപോലെ തന്നെ അവരോട് കൂടുതൽ സംസാരിക്കുന്ന അതായത് അവർക്കൊരു ടീം ഉണ്ടല്ലോ, അതായത് ഓരോ വർക്ക് ചെയ്യാനുള്ള അവരായിട്ട് സംസാരിക്കുന്നത് അത് പിന്നെ ഒരു ടീമല്ലേ, അതിനൊരു ഗ്രൂപ്പാണെന്ന് നമുക്ക് എന്തായാലും പറയാൻ പറ്റത്തില്ല. ഇവര് പറയുന്നുണ്ട് അവിടെ ഗ്രൂപ്പ് ഫോം ചെയ്തു അതുകൊണ്ട് ശരിയാവത്തില്ല, ഇനി ഇവരെ ഇതിലോട്ട് സിജോനെ കയറ്റി കഴിഞ്ഞാൽ അവിടെ സിജോ ഭയങ്കര അധികാരം എടുത്തു അങ്ങനെ. അതെന്താണ് പേടിക്കുന്നത് എനിക്ക് അറിയാമോ. ഒരാളെ പേടിക്കേണ്ട കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഗെയിമിൽ ഇല്ല. പേടിക്കാനാണെങ്കിൽ പിന്നെ ഗെയിം കളിക്കാൻ വരേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അവരും പവർ ടീമിലെ അംഗങ്ങളാണ്, അപ്പൊ എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആണുള്ളത്. പിന്നെ എന്തിനാണ് ഒരാളെ പേടിക്കുന്നത് അറിയത്തില്ല. എന്തായാലും ഗബ്രി ഇതേ ഇതില് നമ്മുടെ നിഷാനെ ലാസ്റ്റ് അത് ഞാൻ പറയാം. അപ്പത്തേക്കും നമ്മുടെ യമുന റാണിയും നമ്മുടെ ജാൻമണിയൊക്കെ എനിക്ക് ദേഷ്യം വന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജാൻമണി അടുത്തൊക്കെ കുറച്ച് ഇഷ്ടം ഉണ്ടായിരുന്നു. കാരണം ഇന്നത്തെ സംസാരത്തിലൂടെ എനിക്ക് അത് ഭയങ്കര ഒരു ദേഷ്യം തോന്നിപ്പോയി. വേറെ ഒന്നും കൊണ്ടല്ല, കളി എന്താണെന്ന് അറിയില്ലെങ്കിൽ അത് സംസാരിക്കാൻ നിൽക്കരുത്. ജാൻമണിയുടെ രീതിയിൽ ജാൻമണി പറയുന്നത് ഭയങ്കര ഫേവറേറ്റ് ചെയ്തില്ലെങ്കിൽ ആൾക്കാർക്ക് ഉപകാരം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളില്ലാണ്ട് എങ്ങനെ കൊണ്ടുപോകണം, അങ്ങനെയാണ് പവർ ഉപയോഗിക്കേണ്ടതെന്നൊക്കെയാണ് ജാൻമണി പറയുന്നത്. അങ്ങനെയാണോ പവർ ഉപയോഗിക്കേണ്ടത്? അറിയില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രസ്താവന ഒന്നും പറയാതിരിക്കുക. നമ്മുടെ ശ്രീരേഖ പറയുന്നുണ്ട് സിജോനാണ് പറയുന്നത്. ശ്രീരേഖ കുറച്ചുകൂടി ഉറപ്പിച്ച് നല്ല രീതിയിൽ പറയാമായിരുന്നു എനിക്ക് തോന്നി. പക്ഷെ നമ്മുടെ അപ്സര ഈസ് എ ഗുഡ് ഗെയിം, പറയാതിരിക്കാൻ പറ്റത്തില്ല. നന്നായിട്ട് തിങ്ക് ചെയ്ത് പറയുന്ന ഒരാളാണ്. എല്ലാം ഒബ്സർവ് ചെയ്ത് നല്ല രീതിയിലാണ് അപ്സര അവിടെ പറഞ്ഞത്. അപ്സര നല്ല ക്ലിയർ കട്ടായിട്ട്, എന്നിട്ട് പോലും അവിടെയുള്ള ഒരു മനുഷ്യന്മാർക്കും ഒന്നിനും മനസ്സിലായില്ല. എനിക്കറിയാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നിഷാൻ ആദ്യം പറഞ്ഞത് സിജോന്റെ പേരാ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസ് വിളിച്ചു, നിങ്ങൾ തീരുമാനിച്ചു എന്ന് വെച്ചിട്ട് വിളിച്ചു. എന്നിട്ട് അവിടെ പോയി നിന്നിട്ട് ആദ്യം ഓരോരുത്തരും ആരൊക്കെ ആരുടെ പേരാന്ന് പറഞ്ഞപ്പം നമ്മുടെ ജാൻമണിയും ഗബ്രിയും അതുപോലെ തന്നെ നമ്മുടെ യമുന റാണിയും നമ്മുടെ ജാസ്മിന്റെ പേര് പറഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മുടെ ശ്രീരേഖയും അപ്സരയും നമ്മുടെ സിജോന്റെ പേര് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ നിഷാനയ്ക്കാണെങ്കിൽ കുറച്ച് ഡൗട്ട്, കുറച്ചു നേരം ആലോചിച്ചു, എന്നിട്ട് സിജോന്റെ പേര് പറഞ്ഞു കേട്ടോ. പിന്നെ രണ്ടാമത് വീണ്ടും ബിഗ് ബോസ് ചോദിച്ചു, എല്ലാവരും ഒന്നും കൂടെ ഇതാക്കിയിട്ട് പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ബാക്കി എല്ലാവരും സെയിം അവര് നേരത്തെ എന്താണോ പറഞ്ഞത് ആ ആളുടെ പേര് തന്നെ പറഞ്ഞു. നിഷാൻ അപ്പൊ പ്ലേറ്റ് തിരിച്ചു. അപ്പൊ നിഷാൻ അപ്പൊ അവിടെ ജാസ്മിന്റെ പേര് പറഞ്ഞു. സ്വന്തമായിട്ടൊരു നിലപാട് പോലും ഇല്ലാത്ത ഒരാള് എന്തിനാണ് ഈ ബിഗ് ബോസിലോട്ട് വന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്ത് പറയാൻ, എന്തായാലും വന്നു പോയില്ലല്ലോ, നമുക്ക് നോക്കാം. ഇനി ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പം കൂടി പോകും. അതുകൊണ്ട് ഞാൻ ഒന്നൊക്കെ എനിക്ക് അങ്ങ് എന്താ പറയാ, എനിക്ക് അങ്ങ് ഇത് കണ്ടിട്ട് ഒരുമാതിരി തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. അതൊക്കെ കഴിഞ്ഞ് അപ്പൊ ലാസ്റ്റ് ജാസ്മിനെ അവര് സെലക്ട് ആയി. എന്നിട്ട് പിന്നെ അറിയാലോ എന്തായിരിക്കും ഇനിയിപ്പം നമ്മുടെ ജാസ്മിനും ഗബ്രിക്കും സന്തോഷമായി. കാരണം ഇനി പുറത്തിരുന്ന് അവർക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പോ അവർക്ക് സുഖമായിട്ട് ഒരുമിച്ച് അവരുടെ ഫ്രണ്ട്ഷിപ്പാന്ന് അവർ പറയുന്നു. കാണുന്നത് നമ്മൾ പൊട്ടന്മാരില്ലല്ലോ. ദിവ്യ പ്രണയമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം എനിക്ക് ദിവ്യ പ്രണയമായിട്ടൊന്നും തോന്നിയില്ല. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ പറ. പിന്നെ ജാസ്മിന്റെയും ഗബ്രിന്റെയും ഫാൻസുകാരുണ്ടെങ്കിൽ എന്നൊന്നും പറയല്ലേ. ഞാൻ എന്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് എന്റെ അഭിപ്രായം പറയാലോ. അപ്പൊ അത് അങ്ങനെ കഴിഞ്ഞു. അതവിടെ നമ്മുടെ ജിന്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ജാസ്മിൻ ഇത്രയും നാള് ഭയങ്കര തണുപ്പാന്നും പറഞ്ഞ് പുറത്താ കിടന്നിരുന്നത്. ഇനിയിപ്പോ നമുക്ക് നോക്കാം ജാസ്മിൻ ഇനിയിപ്പോ എവിടെയാ കിടക്കുന്നത്. അതിനകത്ത് ഇനി ചിലപ്പോ ഇനി ചൂടല്ലാത്ത. അപ്പം നമുക്ക് നോക്കാം എന്താന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ആരാണ് നമ്മുടെ അൻസിബും നമ്മുടെ ജാനുവിനെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്ത് കണ്ടിട്ടാണ് ഒരാളെ സെലക്ട് ചെയ്യുന്നത്? ചുമ്മാ കിടന്ന് വായിട്ട് അടയ്ക്കുന്ന ഒരാളെ അല്ല സെലക്ട് ചെയ്യേണ്ടത്, നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളെ അല്ല സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗെയിമേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ സീസൺ 6 ഗെയിമേഴ്സ് ഒന്നും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളുടെ ഗെയിമേഴ്സ് ഒക്കെ പുറത്തായിപ്പോയി. ഈ പവർ ടീം, അതായത് നമ്മുടെ ഗെയിം ചേഞ്ച് ചെയ്യേണ്ട ആൾക്കാർ, പവർ ടീമിലുള്ള ആൾക്കാരാണ് ഏറ്റവും പ്രശ്നക്കാരായിപ്പോയത്. അവർക്ക് എന്താന്ന് പോലും അറിയാത്ത, ഗെയിം എന്താന്ന് പോലും അറിയാത്ത കുറച്ച് ആൾക്കാരായിപ്പോയി അതിനകത്ത്. ഇനിയിപ്പോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയത്തില്ല. നമ്മുടെ ജാസ്മിൻ എന്തായാലും അകത്തോട്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ ഗബ്രിയും ജാസ്മിന്റെയും അടുത്ത ഗെയിമുകളും അവരുടെ അടുത്ത നമ്മുടെ പ്രണയമോ ഫ്രണ്ട്ഷിപ്പോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാം, നമുക്ക് നോക്കാം ഇനി എന്താ മാറ്റങ്ങൾ. അതുപോലെ തന്നെ പ്രോമോ അപ്ഡേഷൻ പറയാനുണ്ട്, അത് അടുത്ത വീഡിയോയിൽ എന്തായാലും പറയാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് പറയാം. ഞാനിപ്പോ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്കത് കണ്ടിട്ട് എന്ത് തോന്നിയോ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. ദൈവത്തെ ഓർത്ത് തെറി മാത്രം വിളിക്കരുത്. ബാക്കി എന്തുവാണ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.